ഹലോ അസ്സാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിതിവിടെ ഉണ്ടാക്കിയെടുത്തുള്ളത് സേമിയ വെച്ചിട്ടാണ്. നല്ല മധുരമുള്ളൊരു പലഹാരമാണ് കേട്ടോ. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. അപ്പോൾ സേമിയ കൊണ്ട് ഒരുപാട് വെറൈറ്റി പലഹാരങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കിയെടുക്കലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരം കൂടെയാണിത്. ഇത് നമ്മൾ ഒരു പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു രൂപത്തിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്കെപ്പോഴും വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം മതി ഈ ഒരു ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ സേമിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ പായസമൊക്കെ വെക്കാൻ വേണ്ടി എടുക്കുമല്ലോ, അപ്പോൾ ആ ഒരു സേമിയ കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലും കനം കുറഞ്ഞ സേമിയ ഉണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ അതാ ഞാനിവിടെ കൈവച്ചിട്ട് തന്നെ എല്ലാം തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് സേമിയ എടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പോളം സേമിയ ഉണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സേമിയ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യിൽ തന്നെ വറുത്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ സേമിയ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണ്ട ഒന്ന് വറുത്തെടുക്കാൻ. കുറച്ച് നേരം തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. അതായത് ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നവരെ നമുക്കിത് വറുത്തെടുക്കണം. ഞാനിവിടെ 2 മിനിറ്റോളം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സേമിയത്തിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക പഞ്ചസാരയൊക്കെ. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഈ ഒരു പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാലിവിടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിളപ്പിച്ച പാൽ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഏകദേശം 3/4 കപ്പോളം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സേമിയ നമ്മൾ പാലിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. വെള്ളത്തിലൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കട്ടിയുള്ള പാലെടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. മുഴുവനായിട്ട് വേവിച്ചെടുക്കരുത്, ഒരു 3/4 ഭാഗം മാത്രം വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലൊക്കെ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3/4 ഭാഗം മാത്രമാണ് കേട്ടോ വെന്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇത് തണുത്ത് വരുമ്പോൾ നല്ല കട്ടിയായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്ര മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് നമ്മൾ സേമിയ വേവിച്ചെടുത്തിട്ടുള്ള അതേ പാത്രം തന്നെ വീണ്ടും സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാൽ ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, നല്ല കട്ടിയായിട്ടുള്ള പാൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാല് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് കസ്റ്റാർഡ് മിൽക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്കും ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മധുരത്തോടു കൂടി കഴിക്കേണ്ട ഒരു പലഹാരമാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ സേമിയയിൽ ചേർത്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ സേമിയയിൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൽ പഞ്ചസാര നല്ലപോലെ പിടിക്കുള്ളൂ. അതായത് ആ ഒരു സേമിയ നല്ലപോലെ മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് വേവിച്ചെടുത്തപ്പോൾ അതിലേക്കുള്ള മധുരം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സേമിയയിൽ എത്രത്തോളം മധുരത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കണോ അതിനനുസരിച്ച് വേണ്ടോ ഇതിൽ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒരുപാട് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിളച്ച് വന്ന പാലിലേക്ക് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/4 കപ്പ് പാലിലാണ് ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയാവും.
അപ്പോൾ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചൂട് പാലിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ ഇത് ചെറുതായിട്ടൊന്ന് കട്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരുപാടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് ലൂസായിട്ട് തോന്നും. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഇത് തണുത്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരും. ഇപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വേണമെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു സമയത്ത് നട്ട്സ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പ്ലെയിനായിട്ടാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കസ്റ്റാർഡ് മിൽക്ക് ഇവിടെ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പലഹാരം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ബൗളിൽ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സേമിയ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ സേമിയ തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പരന്ന പാത്രത്തിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കട്ടിയൊന്നും ആവില്ല, നമുക്ക് നല്ല രീതിയിൽ സേമിയ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ വേണം കിട്ടാനും. അപ്പോൾ ആ ഒരു പ്ലേറ്റിൻ്റെ അടിവശത്ത് മുഴുവനായിട്ട് ഞാനിവിടെ സേമിയ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്ന സേമിയത്തിൻ്റെ പകുതിയോളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചായിരിക്കും. ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സേമിയൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കസ്റ്റാർഡ് മിൽക്ക് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ കവർ ചെയ്യണ പോലെ തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് മിൽക്ക് തണുത്ത് വന്നപ്പോൾ നല്ല രീതിയിലൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇങ്ങനെ ആകുമ്പോഴാണ് കേട്ടോ സെറ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ലൂസൊക്കെ ആണെങ്കിൽ ഇത് ഒഴുകി പോവും. അതുപോലെ തന്നെ കുറച്ച് കട്ടിയായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാനും പറ്റില്ല, പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ അതാ ഫസ്റ്റ് ലെയർ ഇവിടെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പകുതി ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടിയത്തെ ലെയറിൽ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കി മുകളിലത്തെ ലെയറിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് സേമിയ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ അതാ ബാക്കി ഉണ്ടായിരുന്ന സേമിയ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയുള്ള കസ്റ്റാർഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ള ആ ഒരു കസ്റ്റാർഡ് മിൽക്കില്ലേ, അത് മുഴുവനായിട്ട് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കിയത് കറക്റ്റ് ഭാഗമായിരുന്നു കേട്ടോ, ബാക്കിയൊന്നുമില്ല, മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. ഇപ്പോൾ അതാ ഏകദേശം 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഇനി തണുപ്പിക്കാതെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴാണ് നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ ചെയ്ത് നോക്കുക കേട്ടോ, എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടും. അപ്പോൾ സേമിയ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.